അവളെ സമ്മതിക്കണം. പരസ്പരം കയ്യിലടിച്ചുകൊണ്ട് സന്തോഷം പങ്കിട്ട് തിരിഞ്ഞതും 2 കൈയും കെട്ടി വാതിൽപ്പടിക്കൽ ഗൗരവത്തോടെ നിൽക്കുന്ന ആളെ കണ്ട് ആ ചിരി മെല്ലെ മാഞ്ഞുപോയി. ഏട്ടനപ്പോ വന്നു? ആളെ കണ്ട് ഒന്ന് പതറിക്കൊണ്ട് പാറു ചോദിച്ചു. ഞാൻ വന്നിട്ട് 10-26 വർഷമായി. ആണോ? എന്നാ ഏട്ടൻ അങ്ങോട്ട്, സോറി, ഞങ്ങൾ അങ്ങോട്ട്. പാറു ഇടം കണ്ണിട്ട് മണിക്കുട്ടിയെ നോക്കി കണ്ണ് കാണിച്ച് അവളുടെ കൈയും പിടിച്ച് മുന്നോട്ട് നടന്നു. രക്ഷപ്പെട്ടു. നിൽക്കണേ അവിടെ. പെട്ടെന്ന് നന്ദൻ്റെ അലർച്ച കേട്ട് കാല് രണ്ടും കൂട്ടിക്കെട്ടിയ മട്ടെ 2 പേര് നിന്നു. തിരിയടി രണ്ടും, അവൻ പറഞ്ഞതും 2 പേര് മുഖാമുഖം ഒന്ന് നോക്കി. തിരിഞ്ഞു നോക്കിയ കണ്ണുരുട്ടൽ, ചോദ്യം ചെയ്യൽ, വേണ്ടി വന്നാൽ 2 എണ്ണം കിട്ടും. പാറു മെല്ലെ പറഞ്ഞു. ഓടിയാൽ രക്ഷപ്പെടാം. ഓടിക്കോടേ. പറഞ്ഞു തീരും മുന്നേ പാറു ഓടിയിരുന്നു. പിന്നാലെ തന്നെയായി ഓടാൻ നിന്ന മണിയെ അവൻ പൊക്കിയെടുത്തു. മണി വായുവിൽ ഉയർന്നതും ഒന്ന് ഞെട്ടി. മരക്കോണി പാതി ഇറങ്ങി മുകളിലേക്ക് നോക്കിയതും പാറു കാണുന്നത് കോണിയുടെ മുകളിലായുള്ള വാതിൽ കൊട്ടി അടയ്ക്കപ്പെടുന്നതാണ്. ഐ ആം ട്രാപ്ഡ്, മണിക്കുട്ടി മനസ്സിൽ പറഞ്ഞുപോയി. ഡോ ഗഡോൽഗജ, താഴെ ഇറക്കടോ. ഇറക്കില്ല ഞാൻ ബഹളം വെക്കും. അപ്പച്ചി ഓടി വരണേ. എന്തൊക്കെ പറഞ്ഞിട്ടും ആൾക്കൊരു കൂസലുമില്ല. ആൾ അവളെയും പൊക്കിയെടുത്തുകൊണ്ട് റൂമിൽ കൊണ്ടിട്ടു. ഡോ, താൻ എന്താ അനാവശ്യമാടോ കാണിക്കണേ? വാതിലുറക്കടോ. പ്രായപൂർത്തിയായ പെണ്ണിനോടാണോടോ തൻ്റെ ഇമ്മാതിരി തോന്നിയാസം? തുറക്കടോ. വാതിലിൻ്റെ കൊളുത്തിട്ട് ഡോറും ചാരി നിൽക്കുന്ന നന്ദനെ കണ്ട് അവൾക്ക് ചൊടിച്ചു. പേടി കൊണ്ട് കാൽമുട്ട് കൂട്ടിയിടിക്കുമ്പോഴും അവൾ പതറാതിരിക്കാൻ ശ്രദ്ധിച്ചു. അവൻ യാതൊരു പ്രതികരണവും കൂടാതെ കുറച്ചു മുന്നിലേക്ക് വന്ന് മേശയ്ക്കടുത്തിരുന്ന കസേര വലിച്ച് അവളെ ബലമായി അവിടെ ഇരുത്തി. ഞെരിപിരി കൊള്ളുന്ന അവളെ നോക്കിക്കൊണ്ട് തന്നെ അവൻ ഓപ്പോസിറ്റ് ബെഡിൽ കയറിയിരുന്നു. അവൾ പേടിയോടെ പിന്നിലേക്ക് കസേര വലിച്ചു. ദേ, ഇന്നേക്കുള്ള അടിയൊക്കെ ഞാൻ വാങ്ങിയതാണ്. ഇനി തല്ലിയ ഫൗള. എന്നെ വിട്ടേ, എനിക്ക് പോകണം. അവളുടെ സംസാരം അവൻ്റെ ചുണ്ടിൽ ചെറു പുഞ്ചിരി നിറച്ചു. പോകാം. അതിനു മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ഇനിയും പറഞ്ഞില്ലേ ശരിയാകത്തില്ല. അത് കേട്ടിട്ട് പൊയ്ക്കും. അവൻ്റെ വാക്കുകൾ കേൾക്കുമ്പോഴും അവളുടെ കണ്ണുകൾ പിന്നിലെ വാതിലിലായിരുന്നു. സംസാരിക്കാൻ താനെന്തിനാടോ വാതിൽ പൂട്ടിയത്? കല്യാണമൊന്നും ആകാത്ത പെണ്ണാ ഞാൻ. ആരെങ്കിലും വന്ന് കണ്ട എൻ്റെ ഈശ്വര. അവൾ മുകളിലേക്ക് കണ്ണും നട്ടുകൊണ്ട് പറഞ്ഞതും അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വീർത്ത് കെട്ടിയിരുന്നു. അവൻ ദേഷ്യത്തോടെ കസേരയടക്കം അവളെ വലിച്ചതും അവൾ ഞെട്ടിപ്പോയി. തനിക്ക് മുന്നിലിരിക്കുന്ന ഗഡോൽഗജനെ കണ്ണുരുട്ടിക്കൊണ്ട് നോക്കി. താൻ എന്തൊക്കെയാടോ കാണിക്കണേ? വിട്ടിരിക്കടോ. അവൾ അവൻ്റെ കൈയെടുത്ത് മാറ്റിക്കൊണ്ട് പറഞ്ഞു. അവൻ കണ്ണടച്ച് സ്വയം ഒന്ന് നിയന്ത്രിച്ചു. മണി, നീ ഇനിയും പൊട്ടം കളിക്കല്ലേ? എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. അവൻ സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു. അവൾ നെറ്റി ചുളിച്ചുകൊണ്ട് അവനെ നോക്കി. അവൻ അവളുടെ മൗനം ഒരവസരമായി എടുത്തുകൊണ്ട് അവളുടെ അരികിലേക്ക് ചാഞ്ഞുകൊണ്ട് അവളുടെ കൈകളിൽ കൈകൊരുത്തു. അവളുടെ ഉള്ളിലൂടെ ഒരു തരിപ്പ് കടന്നുപോയി. അത് തലച്ചോറിൽ വല്ലാത്തൊരു സ്ഫോടനമുണ്ടാക്കി. അവൻ മെല്ലെ തല ഉയർത്തി അവളെ നോക്കിയപ്പോൾ അവൾ തറഞ്ഞിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത് എല്ലാം എൻ്റെ കണ്ണിലുണ്ട്, അവൻ മെല്ലെ പറഞ്ഞു. അവളുടെ കണ്ണുകൾ ഒന്നുകൂടെ വിടർന്നു. അവൻ്റെ അധരങ്ങൾ അവളുടെ വിരലുകളെ പുൽകിക്കൊണ്ട് കടന്നുപോയതും അവളുടെ കുഞ്ഞു രോമങ്ങളിൽ പോലും വിറയൽ അനുഭവപ്പെട്ടു. അവന് മനസ്സിലായിരുന്നു അവൾ ആ ഷോക്കിലാണെന്ന്. അവൻ കുസൃതി ചിരിയോടെ അവളെ നോക്കി. അവളുടെ ഉള്ളിൽ ഇന്നേ വരെ ഇല്ലാത്ത പരിഭ്രമം ഉടലെടുത്തു. കൂടെ അധരങ്ങൾക്ക് ചാരെ എല്ലാം മനസ്സിലാക്കിയവളെ പോലുള്ള കുഞ്ഞു ചിരിയും. മനസ്സിലായോ നിനക്ക്? അവൻ ആർദ്രമായി ചോദിച്ചു. അവളുടെ പുഞ്ചിരി മെല്ലെ പുറത്തേക്ക് വന്നു. അവൻ പ്രതീക്ഷയോടെ അവളെ നോക്കി. കണ്ണിൽ കുരുവാണോ ചേട്ടാ? ഒരു പൊട്ടിച്ചിരിയോടെയായിരുന്നു അവൾ ചോദിച്ചത്. അതുവരെ പ്രതീക്ഷയോടെ അവളെ നോക്കിയ കണ്ണുകൾ മങ്ങി. അവൻ ദേഷ്യം നിറച്ചുകൊണ്ട് അവളെ നോക്കി. കുരുവല്ലടി കൊടുക്കട്ട. നല്ല രീതി അവളോട് പറയാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതി. ഗൗതം പറഞ്ഞ പോലെ നാട്ടിൽ എത്ര എണ്ണമുണ്ട് എനിക്ക് കണ്ണു പിടിച്ചത്. വല്ലാതെ അവന് ഷൂർപ്പണക്കെ പറഞ്ഞ പോലെ ഒരു സാധനം തന്നെ. എൻ്റെ തലവിധി. അവൻ ദേഷ്യം കൊണ്ട് പലതും പുലമ്പി. അതെന്ത് കോമ്പിനേഷൻ? ചിന്തയിലാണ് മണി. അവളുടെ ഒരു ഇനി എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കി തരേണ്ടത്? അവൻ അല്പം ശബ്ദമുയർത്തി. അവൾ ചുണ്ടു കുറിപ്പിച്ചുകൊണ്ട് അവനെ നോക്കി. എന്നെ ചീത്ത പറഞ്ഞുണ്ടല്ലോ, സത്യമായിട്ടും ഞാൻ പാടും. എന്നാ പാടടി. ആഹാ, അത്രയ്ക്കായോ? മണിമുകിലേ ഓ. അവൾ പാടാൻ ആരംഭിച്ചപ്പോൾ തന്നെ അവൻ പല്ല് കടിച്ചു. അവൾ അതൊന്നും കൂസാക്കാതെ പാട്ടിലാണ്.
അവൻ ദേഷ്യത്തോടെ അവളുടെ കൈ പിടിച്ച് വലിച്ച് പുറത്തേക്കിട്ടുകൊണ്ട് വാതിൽ കൊട്ടിയടിച്ചു. ഡോ, കഴിഞ്ഞില്ല. മണിമുകിലാടകളാടിയുലഞ്ഞൊരു മിന്നൽ, മിഴികളിലായിരം പരിഭവമൊഴുകിയ മേടത്തിങ്കൾ ചന്തം. അവൾ പാടി അവസാനിപ്പിച്ചതും അവൻ ദേഷ്യം സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. അവന് കുറ്റി തുറക്കുന്ന ശബ്ദം കേട്ടതും അവൾ ചിരിയോടെ ഓടി. കോണിയുടെ വാതിൽ പൊക്കിക്കൊണ്ട് ഇറങ്ങി മുകളിലേക്ക് നോക്കിയതും തന്നെ കണ്ണുരുട്ടി നിൽക്കുന്ന നന്ദനെ കണ്ടു. അവൻ അല്പം സീരിയസ് ആയി തന്നെ ഉള്ളിലേക്ക് നടന്നു. ഡോ, താൻ പറഞ്ഞത് മനസ്സിലാക്കാതിരിക്കാൻ ഞാൻ തിന്നത് മണ്ണല്ല. ഇച്ചിരി മോശമായിട്ടാണെങ്കിലും കൊള്ളാം, സാരില്ല, ഞാൻ ശരിയാക്കിയെടുത്തോളാം, നമുക്ക് ആലോചിക്കാന്നേ. ഒരു കള്ളച്ചിരിയോടെയുള്ള അവളുടെ വാക്കുകൾ കേട്ട് അവനൊന്ന് തറഞ്ഞു നിന്നു. ഒരു നിമിഷം ചിരിക്കണോ കരയണോ എന്ന അവസ്ഥയിൽ അവൻ അവളുടെ അടുത്തേക്ക് ഓടിച്ചെല്ലാൻ നിന്നതും ഒരു കൈ കൊണ്ട് ഡോർ കൊട്ടിയടച്ചുകൊണ്ട് അവൾ ചിരിയോടെ പടികൾ ഇറങ്ങിയോടി. അവന് വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. അവൻ 2 കൈയിൽ മൂരയിൽ ഊന്നിക്കൊണ്ട് ചിരിയോടെ ശ്വാസം വിട്ടു. പാറു! സന്തോഷം അടക്കാൻ കഴിയാതെ ബെഡിൽ കിടന്നുറങ്ങുന്ന പാറുവിൻ്റെ മേലേക്ക് അവൾ ചാടിക്കയറി. അതൊന്നും ശ്രദ്ധിക്കാൻ പോലും നിൽക്കാതെ പാറു ഉറക്കത്തിൽ തന്നെ. കുട്ടിയെ കുംഭകർണൻ ഒരു ടൈറ്റ് കോമ്പറ്റീഷനാണെന്നാണ് കേട്ടത്. ഡി പാറു, എണീക്കിടി, ഒരു കാര്യം പറയാനുണ്ട്, കേൾക്കടി. മണി വീണ്ടും അവളെ കുലുക്കി വിളിച്ചു. എന്താടി ശോമ, ഒന്ന് ഉറങ്ങട്ടേടി. ഒന്ന് ചിണുങ്ങിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. കേൾക്കടി, എന്നോടല്ലാതെ വേറെ ആരാടാ ഞാൻ പറയാ, ഒന്ന് കേൾക്ക്. അവൾ കെഞ്ചി. പറ, കേൾക്കുന്നുണ്ട്. ഉറക്കത്തിൽ തന്നെ അവൾ മൂളി സമ്മതം കൊടുത്തതും മണി അവളുടെ തോളിലായി കിടന്നു. ഡി, നിന്റെ ഏട്ടൻ എന്നെ ഇഷ്ടമാണത്രേ. നല്ല കോമഡി. ഇതൊന്ന് രാവിലെ റിലീസായതാണോ? അവളുടെ ഒരു പോയി കിടന്ന് ഉറങ്ങുവച്ചേ. ഉറക്കത്തിൽ ഓരോന്ന് കണ്ടിട്ട് വന്നോളൂ. നല്ലോണം പ്രാർത്ഥിച്ചു കിടന്നു. അപ്പോൾ ഈ വിധ ദുസ്വപ്നങ്ങളൊന്നും കാണില്ല. ഉറക്കത്തിൽ പലതും പുലമ്പിക്കൊണ്ട് അവൾ തിരിഞ്ഞു കിടന്നു. മണിയുടെ മുഖം കൂർത്തു. അവൾ പാറുവിൻ്റെ പുറത്തിട്ട് തന്നെ ഒന്ന് കൊടുത്തു. എന്താടി? പാറു അലറി. ഇനിയും പറയുന്നത് കേട്ടില്ല അച്ഛാ. പണ്ട് അടി കിട്ടാതിരിക്കാൻ മാത്സാറ സെറ്റാക്കാൻ നോക്കിയത് നീയാണെന്ന് ഞാൻ നന്ദനോട് പറയും. ആ ഭീഷണിയിൽ പാറു വീണു. അവൾ ചാടി എഴുന്നേറ്റു. അടഞ്ഞ കണ്ണുകൾ വിരലുകൊണ്ട് നിവർത്തിയിരുന്നു. കുട്ടിക്ക് പേടിയുണ്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ അത് പണ്ടത്തെ കഥയാണ്. അതായത് രമണ, പാറുവും മണിയും 10 പഠിക്കുമ്പോൾ നടന്ന സംഭവം. കണക്കിൽ പണ്ടേ പുലികളായതുകൊണ്ട് എന്നും ക്ലാസ്സിൽ അടി തന്നെ. കിട്ടി മതിയായപ്പോൾ പാറ കണ്ടുപിടിച്ച മാർഗമാണ് അങ്ങേരെ അങ്ങ് പ്രേമിക്കുക, അല്ല അഭിനയിക്കുക. ആളല്പം സുന്ദരനായതുകൊണ്ട് തന്നെ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യാം. വേറൊരു മനസ്സുഖം. കണക്കിനോട്ട് കാണിച്ചു കൊടുക്കാൻ ചെന്നപ്പോൾ വരച്ച വൃത്തത്തിനുള്ളിൽ വൃത്തിയായി എഴുതിയ ഐ ലവ് യു മതിയിലേ പൂരം. ആളങ്ങ് ഉറഞ്ഞു തുള്ളിയതും അവൾ കളം മാറ്റി ചവിട്ടി. 10 സീൽ ഒരു ചെക്കൻ എഴുതിയതാണെന്ന്. അതും എന്തിന്? അവളോടുള്ള മൂത്ത പ്രേമം കാരണം. ആ ചക്കനെ കയറി മനസ്സിലാകാത്തത് കൊണ്ട് അവൾ രക്ഷപ്പെട്ടു. അന്നോടെ നിർത്തി കണക്ക് സാറും അങ്ങേരുടെ എക്സും വയ്യൊക്കെ. പിന്നെ ആകെ അറിയാവുന്നത് പാറുവിനായതുകൊണ്ട് തന്നെ പ്രശ്നമായില്ല. പക്ഷേ ആ ഒന്നും അറിയാത്ത നിഷ്കളങ്കനെ 2 ഏട്ടന്മാരും ചേർന്ന് ഭീഷണിപ്പെടുത്തിയത് അത് 2 ആളിലും പേടിയുണ്ടാക്കി. കാരണം എന്താ? അവരെന്തെങ്കിലും തിരികെ പറഞ്ഞാൽ കിട്ടാൻ പോകുന്നത് യമലോകത്തേക്കുള്ള ഫ്രീ ടിക്കറ്റാണ്. പറയടി പുല്ലേ. അവളുടെ ഒരു സത്യമായിട്ട് ഞാൻ സ്വപ്നം കണ്ടതല്ല പാറു, അങ്ങേര് പറഞ്ഞതാ. ഇഷ്ടമാണെന്നു അല്ലടി, കണ്ണിൽ നോക്കി മനസ്സിലാക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്നെ നോക്കി ചിരിച്ചു. സത്യം, അങ്ങേർക്ക് എന്നെ ഇഷ്ടമാണെടി. മണി ഉള്ളിലെ സന്തോഷം കൊണ്ട് പറഞ്ഞു. അതിനാണോ ഡി ഇങ്ങനെ തുള്ളി നടക്കണേ? ഡി, ഏട്ടൻ്റെ കണ്ണി വല്ല പൊടിയും പോയിട്ടുണ്ടാകും, അതാകും കണ്ണിൽ നോക്കാൻ പറഞ്ഞത്. ഇതിനാണോ ഡി മനസ്സിൻ്റെ ഉറക്കം കളഞ്ഞത്? പുല്ലേ. അവളുടെ ഒരു ഓരോന്ന് പെറുക്കി പറഞ്ഞുകൊണ്ട് അവൾ ബെഡിലേക്ക് മറിഞ്ഞു. മണി വീണ്ടും ആ ചിന്തയിൽ തന്നെ. ഇനി ഇവള് പറഞ്ഞ പോലെ അപ്പോൾ എൻ്റെ ഉമ്മ വെച്ചതോ? അന്ന് ദേഷ്യത്തിലും ഉമ്മ വെച്ചില്ലേ? എന്തെങ്കിലും പറഞ്ഞിട്ട് നാണക്കേടായിരുന്നു. അവൾക്ക് സങ്കടവും ദേഷ്യവും ഒരുപോലെ വരുന്നുണ്ടായിരുന്നു. നേരം പിന്നെയും കടന്നുപോയിട്ടും ഉറക്കം ലേശം പോലും വരുന്നില്ല. അവൾ തല ചരിച്ചു നോക്കിയപ്പോൾ കൂർക്കം വലിച്ചുറങ്ങുന്ന പാറു. എൻ്റെ ഉറക്കം കളഞ്ഞിട്ട് അങ്ങനെ ഇപ്പം നീ ഓർമ്മണ്ട. അവൾ ദേഷ്യത്തോടെ അവളുടെ ഊരക്കിട്ടൊരു ചവിട്ട് കൊടുത്തു. എന്താടി പുല്ലേ, നിന്റെ കുഞ്ഞമ്മയുടെ 16 മനുഷ്യനെ സന്തോഷത്തോടെ ഇരിക്കാനും സമ്മതിക്കില്ല അല്ലേ? ശാപം. ദേഷ്യത്തോടെ വെട്ടി തിരിഞ്ഞുകൊണ്ട് പുതപ്പും തലവഴി മൂടിക്കിടക്കുന്ന മണിയെ കണ്ട് തലയും ചൊറിഞ്ഞുകൊണ്ട് പാറു കിടന്നു. മാടമ്പള്ളിയിലെ യഥാർത്ഥ മനോരോഗി ഇവളാണെന്ന് തോന്നുന്നു. ഞാൻ വളരെയധികം സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പാറു മെല്ലെ തിരിഞ്ഞു നോക്കി. മണി എന്തൊക്കെയോ പദം പറയുന്നുണ്ട്. പാറു പേടിയോടെ തലയിലൂടെ പുതപ്പിട്ടു.
കുറച്ചപ്പുറം ഇതേപോലെ ചിന്തയിലാണ്ടുപോയൊരു തല കൂടി ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗൗതം പറഞ്ഞ പോലെ ശ്രുതിയെ പറ്റിയാണോ ഉദ്ദേശിച്ചത്? അവൾ അത്ര വേഗം സമ്മതിച്ച് തരില്ല. എന്നാലും അവൾ പറഞ്ഞതല്ലേ, പിന്നെ കോപ്പൻ എന്താ വിശ്വസിക്കാത്തത്? അവൻ പുതപ്പും കടിച്ചുകൊണ്ട് ആലോചിച്ചു. എൻ്റെ പെങ്ങളെ, അവന് നമുക്ക് വേണ്ടടി. നല്ലൊരു ചെക്കനെ ഏട്ടൻ നിനക്ക് കണ്ടുപിടിച്ചു. ഉറക്കത്തിൽ ഗൗതമിൻ്റെ ശബ്ദം ഉയർന്നു വന്നു. ഒറ്റ ചവിട്ടിന് അവനെ താഴെ എത്തിച്ചുകൊണ്ടായിരുന്നു നന്ദൻ പ്രതികരിച്ചത്. അവളെ വേറെ ആർക്കെങ്കിലും കെട്ടിച്ചു കൊടുത്താൽ നിന്റെ അന്ത്യം എൻ്റെ കൈ കൊണ്ടാകും മോനെ. ഉറക്കത്തിൽ നിന്നും ഞെട്ടിയ ഗൗതം കാണുന്നത് ഉറഞ്ഞു തുള്ളിക്കൊണ്ട് പുറത്തേക്ക് പോകുന്ന നന്ദനെ. ഇവനെന്താ ഭ്രാന്തായോ? ഗൗതം കണ്ണും വീഴ്ചുകൊണ്ട് അവനെ നോക്കിപ്പോയി. മുണ്ടും നേരെ എടുത്തുകൊണ്ട് നിലത്തു നിന്നും എഴുന്നേറ്റ് ബെഡിൽ കയറി കിടന്നു. എൻ്റെ രശ്മിക പെങ്ങളുടെ കല്യാണം എവിടെ എത്തിയോ ആവൂ? പെറുക്കി പറഞ്ഞുകൊണ്ട് അവൻ കണ്ണും പൂട്ടിക്കിടന്നു. തണുപ്പുണ്ടടി, ഞാനൊന്നുമില്ല. ഈ കാലത്ത് തന്നെ മുങ്ങിക്കുളിക്കാം, വേണം നീ പോയിക്കും. പാറു പുതപ്പിനുള്ളിലേക്ക് നുഴഞ്ഞു കയറിക്കൊണ്ട് പറഞ്ഞു. ഭീഷണിപ്പെടുത്താൻ നോക്കിയിട്ടും പെണ്ണു കുലുങ്ങിയില്ല. മടി കൊണ്ടാ. മണി പിന്നെ ഒന്നും പറയാൻ നിൽക്കാതെ കിട്ടിയ ധാവണിയും എടുത്തുകൊണ്ട് പുറത്തേക്കിറങ്ങി. ഉമ്മറത്ത് തന്നെ മുത്തശ്ശി എന്തൊക്കെയോ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അവൾ അവരെ നോക്കി ഒന്ന് ചിരിച്ചുകൊണ്ട് മുറ്റത്തേക്കിറങ്ങി. കുളത്തിൽ പോയി ഒരു കുളിയും കഴിഞ്ഞ് അവൾ വീട്ടിലേക്ക് നടന്നു. ചെറുതായി വെളിച്ചം വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ചെറു കിളികളുടെ ശബ്ദങ്ങളും കോഴിയുടെ ശബ്ദവും ഇടയ്ക്കിടെ കേൾക്കുന്നുണ്ടായിരുന്നു. പാടവരമ്പ് കടന്ന് ചെറു കല്ലുകൾ അട്ടിയിട്ട പടികൾ കടന്ന് അവൾ മുകളിലേക്ക് കയറിയതേ കണ്ടു മുറ്റം തൂത്തുവാരുന്ന പാറുവിനെ. ഉമ്മറത്ത് തന്നെ ഒരു ഗ്ലാസ് ചായയും പത്രവും പിടിച്ചിരിപ്പുണ്ട് നന്ദൻ. അവൾ ഒരു നിമിഷം അവനെ നോക്കി നിന്നു. പെട്ടെന്ന് നന്ദൻ്റെ നോട്ടം അവളിലെത്തിയതും നോട്ടം മാറ്റി ഉള്ളിലേക്ക് നടന്നു. അവനും അവളെ ഫേസ് ചെയ്യാൻ ഒരു മടി. ഇനി അവൾ പറഞ്ഞതും താൻ ഉദ്ദേശിച്ചതും രണ്ടാണെങ്കിലോ? എന്തിനാ വെറുതെ കൺഫ്യൂഷൻ? അവളോട് തന്നെ ചോദിച്ചു നോക്കാലോ. അവൻ പത്രവും അടക്കി വെച്ച് ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. ഈ കാലത്തെ തന്നെ നീ എങ്ങോട്ടാ പോയത് മോളെ? അപ്പച്ചി എന്തോ പാചകം ചെയ്യുന്നതിനിടയിൽ ചോദിച്ചു. അവൾ തിണ്ണയിൽ കയറിയിരുന്നു കൊണ്ട് അവരെ നോക്കി ഒന്ന് ചിരിച്ചു. കുളത്തിലേക്ക്. രാവിലെ ഒരു മുങ്ങിക്കുളി പതിവുള്ളതാ. ഓഹോ, ഇവിടെ ഒരുത്തിയുണ്ട്. മുങ്ങി കുളിക്കാൻ പോയിട്ടൊന്ന് വെള്ളം കാണണമെങ്കിൽ പോലും സമയം 10 കഴിയും. ഡീ പാറുവേ, കുളിക്കാതെന്ന് നിനക്ക് കാപ്പി തരില്ല. പറയുന്നതിനോടൊപ്പം തന്നെ അപ്പച്ചി വിളിച്ചു പറഞ്ഞു. അടുക്കള ഭാഗം തൂക്കുന്നതിനിടയിൽ പാറൊന്ന് ചുണ്ടുകൊട്ടിക്കൊണ്ട് കയ്യിലെ ചൂലിൻ്റെ പിന്നിലൊന്ന് തട്ടി. പറയുന്നത് കേട്ടാൽ തോന്നും 5 സ്റ്റാർ ഫുഡാണെന്ന്. ഈ ദോശ ഇഡ്ഡലി അല്ലാതെ അമ്മയ്ക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയോ? അത് കഴിക്കാൻ കുളിക്കണമെങ്കിൽ ഈ പാറുവിനത് വേണ്ട. പാറു കണ്ണും പൂട്ടി പറഞ്ഞു. ഉറപ്പാണല്ലോ അല്ലേ? അമ്മ കള്ളച്ചിരിയോട് ചോദിച്ചു. കുറച്ച് കടുകും വറ്റൽമുളകും ചീനച്ചട്ടിയിലെ ചൂട് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് പൊട്ടിച്ച് ചൂട് കപ്പയുടെ മുകളിലേക്ക് ഒഴിച്ചുകൊണ്ട് അമ്മയുടെ ചോദ്യത്തിനോടൊപ്പം പാറു മൂക്കും വിടർത്തി വെച്ച് അത് ആസ്വദിക്കുകയായിരുന്നു. പൊന്നമ്മേ, ചതിക്കല്ലേ, ഞാൻ 2 വട്ടം കുളിച്ചോളാം. പാറു പെട്ടെന്ന് തന്നെ മുറ്റത്ത് തൂക്കുന്നത് കണ്ട് മണിക്കുട്ടി വായ പൊത്തിച്ചിരിച്ചു. അമ്മ ഒരു ഗ്ലാസ് ചായയും ഒരു പാത്രത്തിൽ കുറച്ച് കപ്പയും എടുത്ത് അവൾക്ക് മുന്നിലേക്ക് വെച്ചു കൊടുത്തു. കുറച്ച് കട്ടൻ ഉള്ളിലേക്ക് ആക്കിക്കൊണ്ട് അവൾ ചൂടോടെ കപ്പയുടെ കഷ്ണമെടുത്ത് ഉള്ളിലേക്ക് ആക്കുമ്പോൾ അത് ആസ്വദിക്കും മട്ടെ അവൾ കണ്ണ് ചിമ്മി പിടിച്ചു. ഇഷ്ടപ്പെട്ടോ? എൻ്റെ അപ്പച്ചി എന്ത് രുചിയാണെന്നോ. അവൾ അതും പറഞ്ഞുകൊണ്ട് വീണ്ടും കഴിക്കാൻ ആരംഭിച്ചു. അമ്മ, നമ്മുടെ പൂവാലിയെ ചോദിച്ചൊരു കൂട്ടർ വന്നിരുന്നില്ലേ? അവരെത്ര വില പറഞ്ഞതെന്ന് അച്ഛൻ ചോദിച്ചു. നന്ദൻ ഉള്ളിലേക്ക് കയറി വരുന്നതിനിടയിൽ വെറുതെ ഒരു ചോദ്യം എടുത്തിട്ടു. അവൻ്റെ ശബ്ദം കേട്ടതും കഴുപ്പിനിടയിലും മണി ഒന്ന് തല ഉയർത്തി നോക്കി. അവൻ്റെ ചുണ്ടിൽ അവൾക്കായി മാത്രം ചെറു ചിരി ഉണ്ടായിരുന്നു. അവളുടെ ചുണ്ടിലും അത് വ്യാപിച്ചു. അപ്പോൾ വെറുതെ പറഞ്ഞതല്ല. അവൾ മെല്ലെ ഭക്ഷണത്തിലേക്ക് തന്നെ നോട്ടം മാറ്റി. അവൻ വന്നുകൊണ്ട് അവളുടെ സൈഡിലായി അമ്മയ്ക്ക് അരികിലായി വന്നു നിന്നു. അത് എനിക്കത്ര തീർച്ചയില്ല. അച്ഛനോട് എന്നെ ചോദിച്ചു നോക്ക്. അങ്ങനല്ലേ അതൊക്കെ നോക്കിയത്, എന്നിട്ട് എന്നോട് ചോദിക്കാം. അവർ അതും പറഞ്ഞുകൊണ്ട് എന്തോ ജോലിയിൽ ഏർപ്പെട്ടു. ആഹാ, ഇന്ന് കപ്പയാണോ? വലിയ പാത്രത്തിലിരിക്കുന്ന പുഴുങ്ങിയ കപ്പയിലേക്ക് നോട്ടം മാറ്റിക്കൊണ്ട് അവൻ ചോദിച്ചു. അവർ ഒന്ന് തല ഉയർത്തി അവനെ നോക്കി പുഞ്ചിരിച്ചതേയുള്ളൂ. നിനക്കൊക്കെ ഇഷ്ടമല്ലേ? ഗൗതമിന് ആരേക്കാളും പ്രിയം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ കപ്പയാണെന്നറിഞ്ഞ് അവൻ വീട്ടിൽ തല്ലും കൂടി ഇങ്ങോട്ട് വരും. അതൊരു പാവം. അമ്മ ചിരിയോടെ ഓർത്തു. മണി കയ്യിലെ കപ്പയും പിടിച്ചുകൊണ്ട് എന്തോ ഓർത്തിരിക്കുകയായിരുന്നു. അമ്മ എന്തോ എടുക്കാനായി സ്റ്റോർ റൂമിലേക്ക് നടന്നു. അമ്മയുടെ ശ്രദ്ധ മാറിയെന്ന് കണ്ടതും നന്ദൻ വേഗം തന്നെ അവളുടെ കൈ പിടിച്ചുയർത്തിക്കൊണ്ട് കയ്യിലെ കപ്പ അവൻ്റെ വായ്ക്കുള്ളിലാക്കി. ചെറുവിരലിൽ പല്ലിനാൽ ചെറുനോവ് കൂടി നൽകിക്കൊണ്ട് അവൻ കയ്യിൽ നിന്നും പിടിവിട്ടതും അവൾ കണ്ണും തള്ളിക്കൊണ്ട് അവനെ നോക്കി നിൽക്കുകയായിരുന്നു.
അവനൊരു കള്ളച്ചിരിയോട് അവളെ നോക്കിക്കൊണ്ട് ചുണ്ടൊന്ന് നുണഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു. അവൾ ധൃതിയിൽ കണ്ണ് മാറ്റി അപ്പച്ചിയെ നോക്കി. അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് കണ്ടതും ഒരു ആശ്വാസമായിരുന്നു. അവളിൽ വല്ലാത്തൊരു പരവേശം രൂപപ്പെട്ടു. പിന്നെ എന്തോ ഓർത്ത പോലെ ഒരു ചിരിയും. അത് കണ്ടുകൊണ്ട് പുറത്തു നിന്നിരുന്ന നന്ദൻ ആശ്വാസത്തോടെ നെഞ്ചിൽ കൈവച്ചു. അപ്പോൾ എനിക്ക് തെറ്റുപറ്റിയതല്ല, താൻ നാറി ഗൗതമേ.